ഇന്നത്തെ വീഡിയോ വന്നിട്ടേ ഒരു വട്ടയേറ്റിൻ്റെ ഡേ ആണ് കേട്ടോ. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഒരു കടും കാപ്പി കുടിച്ചിട്ടാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ടാണ് തുടങ്ങാറ്. അപ്പം രാവിലെ കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരുന്നപ്പോഴത്തേക്കും സൂര്യനൊക്കെ ഉദിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കാപ്പിയില്ല സൂര്യൻ്റെ പ്രതിബിംബമൊക്കെ കാണുന്നുണ്ടോ. അപ്പം അങ്ങനെ അത് കുടിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെരക്കകത്ത് തേങ്ങ പൊട്ടിക്കുന്ന ഒരു സൗണ്ട് കേട്ടോ കേട്ടോ. അപ്പോൾ ഓടി ചെന്ന് വലിയൊരു ഗ്ലാസ്സൊക്കെ ആയിട്ട് ചെന്നാണ് ഇത്രയും വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ന് പാലില്ല കേട്ടോ ചായ ഇടാൻ. അപ്പം പാലില്ലെങ്കിൽ ഒരു മുട്ടയെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ 2 മുട്ട ഹാഫ് ബോയിൽഡായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇവിടെ വാട്ടി കഴിക്കാമെന്നൊക്കെ പറയും. എനിക്ക് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. നമുക്ക് പുഴുങ്ങി കഴിക്കുന്നതിനെക്കാട്ടി അടിപൊളി അതാണ്. അപ്പം അത് 2 സാപ്പിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും 2 ജാതിക്ക ഇട്ടു കേട്ടോ. അപ്പം അതിൽ ഒരു മുറി എടുത്തിട്ട് ഇത്തിരി ഉപ്പൊക്കെ കൂട്ടി അതങ്ങ് കഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ കൂടുതൽ കഴിക്കാൻ പറ്റത്തില്ല. ഒരെണ്ണത്തിൻ്റെ പകുതിയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ സാധാരണ. അപ്പോൾ ഉപ്പ് കൂട്ടിയിട്ട് അത് കഴിച്ചു. അത് ഇഷ്ടമുള്ളവരുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. അത് കഴിഞ്ഞിട്ട് ഒരു 1:30 ആയപ്പോഴത്തേക്കും നമുക്ക് ഊണിൻ്റെ സമയമായല്ലോ. അപ്പം ചോറും മീൻ തോരനും ചക്കക്കുരു മെഴുക്കോട്ടിയും ചമ്മന്തിയും അച്ചാറും ഒക്കെ ആയിട്ട് ഇത്തിരി ചോറ് കഴിച്ചു കേട്ടോ. ഒരടമാങ്ങയും ഒക്കെ പച്ചമോരും ഉണ്ടായിരുന്നേ. നല്ല സുഭിക്ഷമായിട്ട് ഊണ് കഴിച്ചു. നല്ല ചൂട് കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നേ. അപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചു. ചൂടല്ലേ, കഴിക്കാതെയും കുടിക്കാതെയും പറ്റില്ലല്ലോ. അങ്ങനെ ആ പാത്രവും കാലിയാക്കി. 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ചോക്കോബാർ കിട്ടി കേട്ടോ. സർപ്രൈസാണേ. അപ്പം അത് കുറച്ച് ചൂടല്ലേ, മെൽറ്റായി പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫ്രീസ് ചെയ്തപ്പോഴത്തേക്ക് ഈ കോലത്തിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്തിരി മുന്തിരിങ്ങ, പച്ചമുന്തിരിങ്ങ നല്ല പുളിയനായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പരിപ്പടയും കിട്ടി. അതിൻ്റെ പകുതി പൊന്നും കടിച്ചെടുത്തിട്ടാണ് തന്നത്. അങ്ങനെ രാത്രി ആയപ്പോഴേ ഇന്നും ചോറാണ്. രാത്രിയിലും ചോറാണ്. പൊതുവേ ഇവിടെ ചോറ് തന്നെയാണ്. അങ്ങനെ ചപ്പാത്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ കുറവാണ്. അതിൻ്റെ കൂടെ നമ്മുടെ സോയാബീൻ ഫ്രൈ ആണ് കേട്ടോ. പിന്നെ നാടൻ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അത് വേണ്ടാന്ന് വെച്ചു. അതിന് കുറച്ചെടുത്ത് വറുത്തു. കറിയിൽ നിന്ന് എടുത്ത് വറുത്തതാണ് കേട്ടോ. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളിയാണ്. പക്ഷേ കഴിക്കാൻ കുറച്ചേറെ മെനക്കേടാണല്ലോ. പിന്നെ കുറച്ച് കടുമാങ്ങയുണ്ട്. പിന്നെ വൈകിട്ട് ഒരു തീയലും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതും കൂടെ ആയപ്പോഴത്തേക്കും നമ്മുടെ അത്താഴം ഓൾമോസ്റ്റ് കഴിയാറായി കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നല്ല ചൂട് കരിങ്ങാലി വെള്ളം അത്രയും കൂടെ ആയപ്പോഴത്തേക്കും ഇന്നത്തെ ഭക്ഷണം ഇവിടെ കഴിഞ്ഞു. ഭക്ഷണ സമസ്യ. പാത്രം കാലിയായോന്ന് ചോദിച്ചാൽ കാലിയായില്ല. ഞാൻ പറഞ്ഞില്ലേ നാടൻ കോഴി ആയതുകൊണ്ട് കുറച്ച് എല്ല് മാത്രം ബാക്കി വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.